الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. اللهم ثم إلى حضرات أصحاب البدريين اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم إلى حضرة نبينا المصطفى محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة العالية. اللهم ثم إلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. اللهم ثم إلى حضرة سيدة منوات بيبي رضي الله عنها. اللهم أمدنا بإمداداتهم وانصرنا بنصرتهم واحفظنا بحفظهم يا خير الناصرين. ربنا آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وآل كل وصحابته أجمعين. أما بعد. ആദരണീയരായ പണ്ഡിതന്മാരെ, സ്നേഹനിധികളായ മുതഅല്ലിമുകളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദര സഹോദരിമാരെ, സയ്യിദത്ത് മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹ മഹദി അവലുകളുടെ ചാരത്ത് വെച്ച് പൊയ്യത്തുവയിൽ ജമാഅത്തിന്റെ നേതൃത്വത്തിലായി
നടന്നുവരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ സംഗമത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മഹല്ലത്തിന്റെ ഖാദിയായ ശൈഖുന സുൽത്താനുൽ ഉലമ ഹഫിളഹുല്ലാഹ്, അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ ഒരുപാട് മശായിഖുമാരിൽ നിന്ന് ഇജാസത്തോടുകൂടി നമുക്ക് നൽകിയിട്ടുള്ള വളരെ ഏറ്റവും ബഹുമാനമുള്ള ദിക്റിന്റെ അദ്കാറുകളുടെ സമാഹാരമായ അൽ മഹ്ളറത്തുൽ ബദരിയ ഓരോ നാടുകളിലും ആത്മീയമായ നമ്മുടെ ഓരോ വ്യക്തിയുടെയും പുരോഗതിക്ക് വേണ്ടിയും നമ്മുടെ വീടുകളിലും നമ്മുടെ നാടുകളിലും വലിയ ഒരു കാവലിന് വേണ്ടിയും മഹാനായ ശൈഖുന ഉസ്താദ് അവറുകൾ നിർദ്ദേശിച്ചിട്ടുള്ള ഈ മഹ്ളറത്തുൽ ബദരിയയുടെ ഉദ്ഘാടന സദസ്സു കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ മജ്ലിസ്. ഇൻഷാ അല്ലാഹ് രണ്ട് പ്രഗൽഭരായ സാദാത്തുക്കൾ എല്ലാ മാസവും നമുക്ക് നേതൃത്വം നൽകുന്ന അഭിവന്യരായ സയ്യിദ് ശംസുദ്ദീൻ തങ്ങൾ അവറുകളും അതുപോലെ തന്നെ മഹാനായ സയ്യിദ് ഖാദി ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ പൊന്നോമന പുത്രൻ സയ്യിദ് അബ്ദുറഹ്മാൻ ഷഹീർ അൽ ബുഖാരി തങ്ങൾ അവറുകളും മഹ്ളറത്തുൽ ബദരിയയുടെ ഉദ്ഘാടന ചടങ്ങിന് നമുക്ക് നേതൃത്വം നൽകും. വളരെ മഹത്വമേറിയ വലിയ ഒരു സദസ്സ്, വിശിഷ്യ പരിശുദ്ധമായ മാസമായ മുഹറം മാസത്തിൽ കൂടിയാണ് നാം ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. എല്ലാം കൊണ്ടും ഏറ്റവും അനുഗ്രഹീതമായ ഒരു സദസ്സിലും ഒരു മാസത്തിലും കൂടിയാണ് നാം ഉള്ളത്. അല്ലാഹു തആല എല്ലാ നിലക്കും അതിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഖബൂലിയത്തുള്ള ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവനെ സൃഷ്ടിച്ച അഥവാ നമ്മെ പടച്ച സൃഷ്ടാവായ അല്ലാഹുവിനെ ഓർക്കേണ്ടത് സ്വാഭാവികമായും ഒരു മനുഷ്യൻ കാണിക്കേണ്ട നന്ദിയുടെ ഒരു ഭാഗം കൂടിയാണ്. മാത്രമല്ല, മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം തന്നെ സൃഷ്ടാവായ അല്ലാഹുവിനെ ഓർക്കുക, അവനെ ഇബാദത്ത് നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ദുന്യവിയായ ലോകത്ത് നമ്മെ അല്ലാഹു തആല സൃഷ്ടിച്ച് പടച്ച് ഇവിടെ പറഞ്ഞയച്ചിട്ടുള്ളത് സൃഷ്ടാവായ അല്ലാഹുവിനെ ഓർത്ത് ഇബാദത്ത് ചെയ്യാൻ, നിർവഹിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഓരോ നിമിഷങ്ങളിലും അല്ലാഹുവിന്റെ ചിന്ത, അല്ലാഹുവിന്റെ ഓർമ്മ, അവനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ദിക്ർ, ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതം മുഴുവനും ഇലാഹി സ്മരണയിലൂടെ മാത്രമേ അവന്റെ ജീവിതത്തെ നയിക്കാൻ പാടുള്ളൂ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നത് അതാണ്.
സ്വഹാബത്തുൽ കിറാമും മഹാന്മാരായ അയിമ്മത്തും പൂർവികരായ നമ്മുടെ മശായിഖുമാരെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃക അതാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതനാണ്. ആ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനിക്ക് വഫാത്ത് മരണം ആസന്നമാകുന്ന സമയം അവിടുന്ന് കരയുകയാണ്. ആ മരണം ആസന്നമാകുന്ന സമയത്ത് ഇമാം നവവി റളിയല്ലാഹു അൻഹു കരയുമ്പോൾ തന്റെ അസ്ഹാബ് ശിഷ്യന്മാർ അടുത്തുണ്ട്. അവരൊക്കെ ചോദിച്ചു, എന്തിനാണ് ഉസ്താദേ അങ്ങ് ഈ സമയത്ത് കരയുന്നത്? ജീവിതത്തിൽ 46 കൊല്ലത്തിനിടയിൽ വിവാഹം പോലും കഴിക്കാതെ ഇൽമിന്റെ സേവനത്തിനായി ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള, ഒരു ദിവസത്തേക്ക് ശരാശരി അവിടുത്തെ ആയുസ് കണക്ക് കൂട്ടുമ്പോ 15 പേജ് ഒരു ദിവസത്തേക്ക് ശരാശരി കണക്കിൽ ഗ്രന്ഥം എഴുതിയിട്ടുള്ള അങ്ങ് എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അല്ലയോ മക്കളെ, ഞാൻ കരയാനുള്ള കാരണം എന്റെ ജീവിതത്തിലെ ഇൽമ് അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രക്കിടയിൽ എനിക്ക് ഒരു ദിവസം ഒരു പുഴ ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് വിട്ടുകടക്കേണ്ടി വന്നു. ആ വിട്ടുകടക്കേണ്ട സമയത്ത് വെള്ളത്തിൽ നല്ല ഒഴുക്കുള്ള ആ ഒഴുക്കിന്റെ നടുവിൽ നല്ല ഒഴുക്കിൽപ്പെട്ട് എന്റെ കാല് പെട്ടെന്നങ്ങ് തട്ടിയപ്പോൾ ഞാൻ വെള്ളത്തിൽ വീണുപോകുമോ എന്ന് പേടിച്ചപ്പോൾ എന്റെ മനസ്സിൽ നിന്ന് അല്ലാഹ് എന്ന ചിന്തയിൽ നിന്ന് എന്റെ മനസ്സ് ഒരൽപ്പനേരം ഗാഫിലായി പോയി. ഞാൻ എന്റെ ശ്രദ്ധയങ്ങ് മാറിപ്പോയി. ആ സമയത്തെക്കുറിച്ച്, ആ ഒരു നിമിഷത്തെക്കുറിച്ച് എന്റെ റബ്ബ് എന്നോട് ചോദ്യം ചെയ്താൽ ഞാൻ എന്റെ റബ്ബിനോട് എന്ത് മറുപടിയാണ് പറയുക എന്ന് ഓർത്തിട്ടാണ് മക്കളെ ഞാൻ കരയുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊന്ന് ആലോചിക്കുക. 46 കൊല്ലത്തിനിടയിൽ ഒരു നേരം അല്ലാഹ് എന്ന ചിന്തയിൽ നിന്ന് മനസ്സങ്ങ് മാറിപ്പോയതിന്റെ പേരിൽ വഫാത്തിന്റെ സമയത്ത് കരഞ്ഞുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ അതിനെക്കുറിച്ച് ചോദിച്ചാൽ എന്ത് മറുപടി പറയുമെന്ന് ചിന്തിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും അല്ലാഹുവിനെ കുറിച്ച് ഒരു ദിവസം എത്ര ചിന്തിക്കുന്നുണ്ട്, എത്ര ആലോചിക്കുന്നുണ്ട്, എത്ര അവനെ ഓർക്കുന്നുണ്ട്? നമ്മുടെ ജീവിതം എവിടെയാണ്? അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ച ഒരു നിമിഷം നമുക്ക് ജീവിതത്തിൽ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹ് എന്നുള്ള ചിന്തയിലാണ് മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം നയിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. ഓ സത്യവിശ്വാസികളെ, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനിക്ക് ദിക്ർ ചൊല്ലണം, അല്ലാഹുവിനെ ഓർക്കണം. ആ അല്ലാഹുവിനെ എപ്പോഴും നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കണം. ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, ധാരാളമായി ധാരാളമായി, എത്രയോ അതിന് എണ്ണമില്ല. എത്ര നിങ്ങൾക്ക് കൂടുതൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്ർ ചെല്ലാൻ പറ്റുമോ അത്രയും നിങ്ങൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്ർ വർദ്ധിപ്പിക്കുക.
അള്ളാഹുവിനെ ദിക്ർ ചൊല്ലണം, അവനെ ഓർക്കണം. ഓരോ സമയങ്ങളിലും ഓരോ നിമിഷങ്ങളിലും അല്ലാഹ് എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ആ റബ്ബിന്റെ ചിന്തയിൽ നിന്ന് ഒരു നിമിഷം പോലും നമ്മുടെ മനസ്സ് മാറിപ്പോകരുത്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറാ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ദിക്ർ ചൊല്ലുക, അല്ലാഹുവിനെ ഓർക്കുക, അവനെ സ്മരിക്കുക, അവനെ ഓർത്തുകൊണ്ടേയിരിക്കുക. വലദിക്റുല്ലാഹി അക്ബർ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നത്, അല്ലാഹുവിനെ ഓർക്കുന്നത്, അതാണ് ഏറ്റവും വലിയ അമല്, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമല്. അല്ലാഹുവിനെ ഓർക്കുന്നതാണ്, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നതാണ് ഏറ്റവും വലിയ ദിക്ർ, ഏറ്റവും വലിയ അമൽ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ, ആ അല്ലാഹുവിനെ എപ്പോഴും രാവിലെയും വൈകുന്നേരവും ഓരോ നിമിഷങ്ങളിലും അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്റിലായി നമ്മുടെ ജീവിതം കഴിച്ചുകൂട്ടണം. അല്ലാഹുവിന്റെ ഹബീബ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അല്ലാഹുവിനെ ധാരാളമായി ദിക്ർ ചൊല്ലണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി സമയത്ത് പാതിരാത്രി എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുകയാണ്. നിസ്കരിച്ച് അവിടത്തെ കാല് നീര് കെട്ടിയപ്പോൾ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, നബിയേ, ഓ നബിയേ, തങ്ങൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്യുന്നത്? ഒരു ദോഷവും ചെയ്യാത്ത, ചിന്തിക്കുക പോലും ചെയ്യാത്ത, എല്ലാ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരായ അങ്ങ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, ആയിഷ, ഞാൻ ഏറ്റവും വലിയ അല്ലാഹുവിന്റെ നിഅമത്ത് ലഭിച്ചയാളാണ് എന്ന് നീ പറഞ്ഞല്ലോ. പാപസുരക്ഷിതത്വം അത് നൽകപ്പെട്ടയാളാണെന്ന് പറഞ്ഞുവല്ലോ. അതുകൊണ്ട് അഫലാ അകൂനു അബ്ദൻ ശകൂറാ, ഏറ്റവും കൂടുതൽ നിഅമത്ത് ലഭിച്ച ഞാനാണ് അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ നന്ദി ചെയ്യേണ്ടത്. അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ നന്ദിയുള്ളവനാകേണ്ടത് ഞാനാണ്. അതുകൊണ്ട് ആ നന്ദി പ്രകടനമാണ്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ടുള്ള നന്ദി പ്രകടനമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദിക്ർ നമ്മൾ ധാരാളമായി ചൊല്ലണം. വിശുദ്ധ ഖുർആനും പറഞ്ഞ അതാണ്, നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ, അവനെ ഓർക്കുന്നതും അവനെ ദിക്ർ ചൊല്ലുന്നതും അത് മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു അടയാളമാകണം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ അൽഹംദുലില്ലാഹില്ലദീ യഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൽ ബഹ്തു വന്നുശൂർ എന്ന് ചൊല്ലിയിട്ട് ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ നമ്മൾ ദിക്ർ ചൊല്ലിയിട്ടാണ് എഴുന്നേൽക്കേണ്ടത്. എന്നിട്ട് രാത്രി നമ്മൾ നമ്മുടെ വിരിപ്പിലേക്ക് നമ്മൾ ഉറങ്ങാൻ വേണ്ടി ചെല്ലുന്നതുവരെ, നമ്മുടെ ശരീരം ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് വെക്കുന്നത് പോലും അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലിക്കൊണ്ടാണ്. പിന്നെ തുടങ്ങി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ടോയ്ലറ്റിൽ പോകുമ്പോൾ, പുറത്തു വരുമ്പോൾ, അതുപോലെ തന്നെ പള്ളിയിൽ കയറുമ്പോൾ, പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോൾ, അങ്ങാടിയിൽ പോകുമ്പോൾ, അങ്ങനെ തുടങ്ങി കണ്ണാടി നോക്കുമ്പോൾ, ഷർട്ട് ധരിക്കുമ്പോൾ, അങ്ങനെ തുടങ്ങി ഓരോ സമയങ്ങളിലും മനുഷ്യൻ അല്ലാഹുവിന്റെ സ്മരണയിൽ ദിക്റിലായി നമ്മുടെ ജീവിതം കഴിച്ചു കൂട്ടണം. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം. ദിക്ർ മാറ്റി വെച്ചുകൊണ്ട് നമുക്കൊരു ജീവിതം ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, നമ്മൾ കുറെ മഹാന്മാരെ ഔലിയാക്കളെ പോലെ നമുക്ക് പാതിരാത്രി എഴുന്നേറ്റ് ഇബാദത്ത് ചെയ്യാൻ പലപ്പോഴും നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹചര്യത്തിൽ എല്ലാവർക്കും അത് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ
ഓരോ നിമിഷങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും നാം ചൊല്ലേണ്ട ദിക്റുകൾ, അല്ലാഹുവിന്റെ ഓർമ്മകൾ, അവൻ ചൊല്ലേണ്ട ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒഴിവായി പോകരുത്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ നിമിഷങ്ങളിലും സന്ദർഭങ്ങളിലും ചൊല്ലേണ്ട ദിക്റുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം പ്രാവർത്തികമായി നമ്മൾ ജീവിതത്തിൽ പാലിക്കുന്നുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ദിക്റുകൾ ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ, ഒരിക്കലും മറന്നു പോകരുത്. മഴ പെയ്യുമ്പോൾ ചൊല്ലേണ്ട ദിക്റുണ്ട്, ഇടി വരുമ്പോൾ ചൊല്ലേണ്ട ദിക്റുണ്ട്, മിന്നൽ വരുമ്പോൾ ചൊല്ലേണ്ട ദിക്റുണ്ട്, അങ്ങനെ കാറ്റടിച്ച് വീശുമ്പോൾ ചൊല്ലേണ്ട ദിക്റുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് ദിക്റിൽ നിന്ന് ഒഴിവാകാൻ സാധ്യമല്ല. കാരണം യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറാ, നിങ്ങൾ ധാരാളമായി അല്ലാഹുവിനെ ദിക്ർ വർദ്ധിപ്പിക്കുന്നവരാകണേ. വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. നോക്കൂ മുഅ്മിനീങ്ങളെ, മഹാന്മാര് പറയുന്നത് കാണാം, ഒരാള് അൽഹംദുലില്ലാഹ് എന്നുള്ള ദിക്ർ പറഞ്ഞാൽ, ഒരാള് അൽഹംദുലില്ലാഹ് എന്നുള്ള ദിക്ർ പറഞ്ഞാൽ തുഫ്തഹു ലഹു അബ്വാബുസ് സമാ, ആകാശത്തിന്റെ വാതിലുകൾ അവനിക്ക് തുറക്കപ്പെടുന്നതാണ്. ഒരാൾ അല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ ചൊല്ലിയാൽ യംലഉ മാ ബൈനസ് സമാഇ വൽ അർദ്, ആകാശഭൂമിയുടെ ഇടയിൽ അത് മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതാണ്. ഒരാൾ സുബ്ഹാനല്ലാഹ് എന്നുള്ള തസ്ബീഹ് ചൊല്ലിയാൽ അതിന് നൽകുന്ന പ്രതിഫലം അല്ലാഹു അല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല. അത്രയും വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുക. നമ്മുടെ നാവ് എപ്പോഴും ദിക്റിലായി കഴിഞ്ഞുകൂടണം. ഓരോ സന്ദർഭങ്ങളിൽ ഞാൻ പറഞ്ഞില്ല, പറയേണ്ട ദിക്റുകളുണ്ട്. അറിയാത്തവരിത് പഠിക്കണം. അതിന് പ്രായപരിധിയില്ല. നമ്മൾ വയസ്സായാലും പ്രായമുള്ളവരായാലും ആ ദിക്റുകൾ ചൊല്ലി പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. അത് എഴുതി പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. കാരണം നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ സ്മരണയാണ് നമുക്ക് വേണ്ടത്. പടച്ചവന് ദിക്റിലായിട്ടാണ് ജീവിതം കഴിച്ചുകൂട്ടേണ്ടത്. ഓ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ഖുദ്സിയായ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇദാ ദക്കറനി അബ്ദി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി. ഒരാൾ അവന്റെ മനസ്സിൽ എന്നെ ഓർത്താൽ, എനിക്ക് ദിക്ർ ചൊല്ലിയാൽ അവന്റെ മനസ്സിൽ അവൻ എന്റെ സ്മരണ എന്നെ സംബന്ധിച്ച് ഓർത്തു കഴിഞ്ഞാൽ ഞാൻ എന്റെ നഫ്സിലും അവനെ ഓർക്കുന്നതാണ്. ഒരാൾ അവന്റെ മനസ്സിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത കൊണ്ടുവന്നാൽ പടച്ചവൻ നമ്മുടെ കാര്യം ചിന്തിക്കും, എന്റെ കാര്യം അവൻ ഏറ്റെടുക്കും, നമ്മുടെ കാര്യം അല്ലാഹു തആല ഏറ്റെടുക്കുന്നതാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, വൈദാ ദക്കറനി വഹദഹു ദക്കർതുഹു വഹദി. ഒരാൾ ഒറ്റക്കിരുന്നിട്ട് എനിക്ക് ദിക്ർ ചൊല്ലിയാൽ, ഒരാൾ ഒറ്റക്കിരുന്നു കൊണ്ട് എനിക്ക് ദിക്ർ ചൊല്ലിയാൽ ഞാൻ അവനെ ഒറ്റക്ക് ഓർക്കുന്നതാണ്. അവനെ ഞാനും ഓർത്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വൈദാ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ അഹ്സന മിൻഹു വഅക്റം. അല്ലാഹു തആല പറയുന്നു, ഒരു സംഘത്തിന്റെ ഇടയിൽ ഒരു കൂട്ടം ആളുകൾ ചേർന്ന്, ഒരു ജമാഅത്തായി ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചിരുന്നുകൊണ്ട് എനിക്ക് ദിക്ർ ചൊല്ലിയാൽ ദക്കർതുഹു ഫീ മലഇൻ, ഞാനതാ ഒരു വലിയ സംഘത്തിന്റെ ഇടയിൽ, ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ മലക്കുകൾക്കിടയിൽ അവന്റെ കാര്യവും ഞാൻ എടുത്തു പറയുന്നതാണ്. നമ്മൾ ഒന്നായി ഇരുന്ന് ദിക്ർ ചൊല്ലിയാൽ അതാണ് ദിക്ർ മജ്ലിസിന്റെ പ്രത്യേകത. നമ്മൾ അൽ മഹദറത്തുൽ ബദരിയെ ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്
ഏറ്റവും ശറഫാക്കപ്പെട്ട ദിക്റുകളാണ് അതിലുള്ളത്. സുബ്ഹാനല്ലാഹ്, അസ്മാഉൽ ഹുസ്നയുണ്ട്, അസ്മാഉൽ ബദറുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്, അതുപോലെ തന്നെ വലിയ ഏറ്റവും നല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റുണ്ട്, അതുപോലെ തന്നെ യാ ഹയ്യ യാ ഖയ്യൂം ഉണ്ട്, സ്വലാത്തുണ്ട്. അങ്ങനെ തുടങ്ങി ഏറ്റവും ബഹുമാനമുള്ള ശറഫുള്ള ദിക്റുകൾ മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ, അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, അവിടുത്തെ ഒരുപാട് വലിയ വലിയ മഹാന്മാരായ മശായിഖുമാരും അതുപോലെ തന്നെ മക്കയിലെയും മദീനയിലെയും പ്രഗത്ഭരായ സൂഫിയാക്കളായ വലിയ വലിയ മഹാന്മാരും അവരിൽ നിന്നെല്ലാം ഇജാസത്ത് കിട്ടിയിട്ടുള്ള വളരെ പുണ്യമേറിയ ദിക്റാണ്. ആ ദിക്റുകളാണ് നമ്മൾ ഇവിടെ ചൊല്ലുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു സംഘമായി ചൊല്ലുമ്പോ അല്ലാഹു തആല പറയുന്നു, ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ എനിക്ക് ഒരു ദിക്റ് ചൊല്ലിയാൽ ദക്കർതു ഫീ മലഇൻ, വലിയ സംഘത്തിന്റെ ഇടയിൽ തന്നെ ഞാൻ അവനെ സംബന്ധിച്ച് ഓർക്കുന്നതാണ്. അഹ്സന മിൻഹു, എന്നെ സംബന്ധിച്ച് എനിക്ക് എങ്ങനെയാണ് അവൻ ദിക്ർ ചൊല്ലിയത്, അതിനേക്കാൾ ആവേശത്തിൽ, അതിനേക്കാൾ വലിയ ഭംഗിയായി ഞാൻ അവന്റെ കാര്യം ഏറ്റെടുത്തു പറയുന്നതാണ്, അവനെ സംബന്ധിച്ച് ഓർക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദിക്റിന്റെ മജ്ലിസുകൾ അത് ഏറ്റവും ബഹുമാനമുള്ള മജ്ലിസുകളാണ്. ആ ദിക്റിന്റെ മജ്ലിസുകളിൽ നമ്മൾ സംബന്ധിച്ച് നമ്മൾ പുണ്യം കരസ്ഥമാക്കണം. നമ്മുടെ സ്വലാത്തിന്റെ മജ്ലിസ് അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾ വളരെ ദൂര ദിക്കുകളിൽ നിന്ന് പോലും മഹദിയായ ബീവിയുടെ ചാരത്ത് നടക്കുന്ന ഈ മജ്ലിസിലേക്ക് ആളുകൾ ഓരോ മാസങ്ങളിലും ഇവിടെ എത്തി വരുന്നുണ്ട്, ഇവിടെ തേടി വരുന്നുണ്ട്. ഇവിടെ പുണ്യങ്ങൾ ലഭിക്കാൻ വേണ്ടി അവർ വലിയ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഈ മജ്ലിസിൽ സംബന്ധിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ മാസം മുതൽ മഹദറത്തുൽ ബദരിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ മജ്ലിസ് ഇനി മുതൽ നടക്കുന്നത്. അതുകൊണ്ട് വലിയ ഇരട്ടി മധുരം എന്ന് പറയും പോലെ വലിയ പുണ്യങ്ങൾ ലഭിക്കുന്ന ഒരു മജ്ലിസാണ്. പൂർണ്ണമായി സംബന്ധിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കയ്യിൽ വേറൊന്നുമില്ല. ഈ മഹാന്മാർ ഇവിടെ ഒന്നിച്ചിരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലുമ്പോ ആ ദിക്റിൽ ചേർന്ന് ഇരുന്ന് ആ അവരുടെ ദുആയിലൊക്കെ സംബന്ധിക്കുമ്പോ അതുകൊണ്ടെങ്കിലും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തിയാലോ, അത് മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് ഈ വലിയ മുബാറക്കായ ബറക്കത്തുള്ള ഈ മജ്ലിസ് ഇൻഷാ അല്ലാഹ് മഹദറത്തുൽ ബദരിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മാസം മുതൽ വളരെ പ്രൗഢമായി നടക്കുന്നു. നമ്മളെല്ലാവരും അത് ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി ദിക്ർ നമ്മൾ ചൊല്ലുന്നവരാകണം. നമ്മുടെ വീടുകളിലും നാം ദിക്ർ ചൊല്ലുന്നവരാണ്. ബഹുമാനപ്പെട്ട വലിയ സൂഫിയായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയുകയാണ്, ഇന്നൽ ബൈത്തല്ലദീ യദ്കുറു ഫീഹി ഇസ്മുല്ലാഹി തആല, അല്ലാഹുവിന്റെ പേര് പറയുന്ന, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന വീട്, ആ ദിക്ർ ചൊല്ലുന്ന വീടുണ്ടല്ലോ, യുദീഉ ലി അഹ്ലിസ് സമാഇ കമാ യുദീഉൽ മിസ്ബാഹു ലി അഹ്ലിൽ ബൈത്തിൽ മുദ്ലിം, ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് വലിയ പ്രകാശം വരുന്നതുപോലെ അതാ ദിക്ർ ചൊല്ലുന്ന വീട്ടിൽ വലിയ പ്രകാശം ഉണ്ടാകുന്നതാണ്. ഒരു വീട്ടിൽ ദിക്ർ ചൊല്ലുന്ന വീട്, ആ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും ദിക്ർ ചൊല്ലുന്ന വീട്ടിൽ ഒരു പ്രത്യേകമായ പ്രകാശം ആ വീട്ടിലുണ്ടാകും. അതേ സ്ഥാനത്ത് അതാ ദിക്ർ ചൊല്ലാത്ത വീട്ടിൽ അവിടെ എപ്പോഴും നമ്മൾ കാണുന്ന സാധാരണ ലൈറ്റുകളൊക്കെ ഉണ്ടെങ്കിലും നല്ല LED ബൾബുകളൊക്കെ കത്തിച്ചിട്ടുണ്ടെങ്കിലും ഒരു ആത്മീയമായ ഒരു വെളിച്ചം ആ വീട്ടിലുണ്ടാവുകയില്ല. ചിലപ്പോ കുറെ LED ലൈറ്റൊക്കെ ഉണ്ടാവും, പക്ഷെ ആത്മീയമായ ഒരു വെളിച്ചം ആ വീട്ടിലുണ്ടാവുകയില്ല. അവിടെ എപ്പോഴും ഒരു മാനസികമായ കുടുസ് അല്ലെങ്കിൽ ഒരു ഇരുട്ട് അവിടെ ഉണ്ടാകും. അതുകൊണ്ട് നല്ല വെളിച്ചം നമുക്കുണ്ടാകാൻ നമ്മുടെ വീടുകളിൽ വെച്ച് നാം ദിക്ർ ചൊല്ലുന്നവരാകണം, ദിക്ർ വർദ്ധിപ്പിക്കുന്നവരാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദിക്ർ നമുക്ക് എത്ര കൂടുതൽ വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും ദിക്ർ നമ്മൾ ചൊല്ലിയാൽ അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് വലിയ സ്ഥാനമുണ്ട്, നമ്മുടെ വീട്ടിലും വലിയ ബർക്കത്തുണ്ട്. അതുപോലെ തന്നെ അതാ മഹാന്മാര് പഠിപ്പിക്കുകയാണ്, ദിക്ർ ചൊല്ലുന്നതിന്റെ മഹത്വങ്ങൾ പറയുന്ന കൂട്ടത്തിൽ മഹാന്മാര് പറയുന്നു, ഒന്ന് ഏറ്റവും പ്രധാനമായി അന്ന ഫീഹി റിളല്ലാഹി തആല,
അല്ലാഹുവിന്റെ പൊരുത്തം. ആ അല്ലാഹുവിന്റെ പൊരുത്തം നമുക്ക് ലഭിക്കും. അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ദിക്ർ ചൊല്ലുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നിങ്ങനെ അല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുമ്പോൾ അത് അല്ലാഹുവിനിക്ക് എന്തെന്നില്ലാത്ത ഇഷ്ടമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരാൾ ഒരു നല്ല കാര്യം പറഞ്ഞാൽ സ്വാഭാവികമായും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാവും. പക്ഷെ ഒരാള് നമ്മളെ പറ്റി മദ്ഹ് പറഞ്ഞാൽ സ്വാലിഹീങ്ങളെ സംബന്ധിച്ച് ഔലിയാക്കളെ സംബന്ധിച്ച് ഫയകൂനു മദ്ഹൂഹും വദമ്മുഹും സവാ, അവരെ മദ്ഹ് പറഞ്ഞാലും ദമ്മ് പറഞ്ഞാലും അവർക്കൊരു വിഷയമല്ല. മദ്ഹ് വലിയ മദ്ഹ് പറഞ്ഞവനോട് വലിയ മഹബത്തോ അല്ലെങ്കിൽ ചീത്ത പറഞ്ഞവനോട് ഒരു ദേഷ്യമോ അങ്ങനെ ഉണ്ടാവൂല. എന്നാലും മനുഷ്യനെന്ന നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ച് ഒരാൾ നല്ലത് പറഞ്ഞാൽ അവനോട് മാനസികമായ ഒരു മഹബത്ത് നമുക്കുണ്ടാകും. അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങനെ പറയുമ്പോ ദിക്ർ ചൊല്ലുമ്പോ അള്ളാഹുവിനിക്ക് വലിയ സന്തോഷമുണ്ടാകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം ആ റിള നമുക്ക് കിട്ടാൻ ദിക്ർ കാരണമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് ലഭിക്കുന്നു. അതാണ് ഏറ്റവും മഹത്വമുള്ളത്. ദിക്റിൽ നിന്ന് കിട്ടുന്നത് അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് ലഭിക്കുന്നു. മാത്രമല്ല ആ ദിക്ർ ചൊല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു മഹത്വമാണ്, ദിക്ർ ചൊല്ലുമ്പോൾ അള്ളാഹുവിനിക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ആഗ്രഹം, ഒരു ഹിർസ് നമുക്കുണ്ടാകുന്നു. കൂടുതൽ കൂടുതൽ അള്ളാഹുവിനെ ഓർക്കാനും ഇബാദത്തിനുള്ള ഒരു മനസ്സ്, ഒരു ആഗ്രഹം നമുക്ക് ദിക്ർ ചൊല്ലുന്നതിനുണ്ടാകും. ദിക്ർ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ ശുദ്ധിയായി വരുന്നു. ആ ശുദ്ധിയാകുമ്പോൾ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ, ഇബാദത്ത് ചെയ്യുവാൻ നമുക്ക് അതുകൊണ്ട് സാധിക്കുന്നു. അതിനുള്ളൊരു തൗഫീക്ക് നമുക്ക് ലഭിക്കുന്നു. അതിനു വേണ്ടി ദിക്റുകൾ അധികരിപ്പിക്കുക, അതിനുവേണ്ടി ദിക്റുകൾ വർദ്ധിപ്പിക്കുക. മൂന്നാമത് നിങ്ങൾ നോക്ക്, നമ്മെ ഏറ്റവും കൂടുതൽ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ്, ആ ശൈത്വാനിന്റെ കണിവലകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ദിക്ർ നമുക്ക് കാവലാണ്. ദിക്ർ ചൊല്ലുന്നവന്റെ അവനിക്ക് ശൈത്വാനിന്റെ ശല്യത്തിൽ നിന്ന് കാവൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഖൽബിന് വലിയ ഒരു സമാധാനം കിട്ടും. അല്ലാഹുവിലേക്ക് ഓർക്കുമ്പോൾ, അവനെ ദിക്ർ ചൊല്ലുമ്പോൾ മനസ്സിന് വലിയ സമാധാനം കിട്ടും. അതുപോലെ തന്നെ മഹാന്മാര് പറയുന്ന തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ദിക്ർ ചൊല്ലുമ്പോൾ ഉണ്ടാകും. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ, പുണ്യങ്ങൾ നിറഞ്ഞ, ഫായിദകൾ, വലിയ സവാബുകൾ, വലിയ മഹത്വങ്ങൾ കിട്ടുന്ന ഒരു അമലാണ് അല്ലാഹുവിനിക്ക് ദിക്ർ ചൊല്ലുക. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറാ. ഓ സത്യവിശ്വാസികളെ, അല്ലാഹു തആല വളരെ സ്നേഹത്തോടെ വിളിച്ചു പറയുകയാണ്, ഓ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ. നിങ്ങൾക്ക് എത്രയെത്ര കൂടുതൽ ദിക്ർ ചൊല്ലാൻ പറ്റുമോ, ദിക്ർ അധികരിപ്പിക്കാൻ പറ്റുമോ, അത്രയും നിങ്ങൾ ദിക്ർ വർദ്ധിപ്പിക്കുക. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹ്ദറത്തുൽ ബദരിയ അതിനുള്ള വലിയ ഒരു അവസരമാണ്. കൂടുതൽ ദിക്ർ ചൊല്ലാനുള്ള അവസരമാണ്. മാസത്തിന് മാത്രമല്ല, നമുക്കതിന്റെ ഏടുകൾ കൊണ്ടുപോയി വീടുകളിൽ വെച്ച് ആഴ്ചയിലോ ദിവസത്തിലോ നമുക്ക് ദിക്റുകൾ വർദ്ധിപ്പിക്കാം. അതൊക്കെ വലിയ പുണ്യങ്ങളാണ്. അല്ലാഹു നമുക്കതിന് വലിയ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് അതിന്റെ ഉദ്ഘാടനം ഇവിടെ നമുക്ക് നടക്കുന്നുണ്ട്. ഇനി തുടർന്ന് എല്ലാ മാസവും നമുക്ക് ഇവിടെ സ്വലാത്തിന്റെ കൂടെ ഈ മഹ്ദറത്തുൽ ബദരിയുടെ മജ്ലിസും കൂടി നടത്തി നമുക്ക് കൂടുതൽ പുണ്യങ്ങൾ കരസ്ഥമാക്കണം. നമ്മുടെ ഖൽബുകൾ നമുക്ക് ശുദ്ധിയാക്കാൻ കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹുവിന് വേണ്ടി ദിക്റുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. സ്വലാത്തുകൾ അതും ഒരു ദിക്റാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതും അതും ഒരു ദിക്റാണ്. അല്ലാഹു തആല പറഞ്ഞതല്ലേ, ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ.
അല്ലാഹുവിന്റെ ഹബീബായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചു. അതും നമുക്ക് വലിയ ദിക്റാണ്. അങ്ങനെ സ്വലാത്തുകളും ഇസ്തിഗ്ഫാറുകളും ദിക്റുകളും ഹംദും തസ്ബീഹും തക്ബീറും ഇതൊക്കെയായി നമ്മുടെ ജീവിതം ഓരോ നിമിഷങ്ങളിലും അല്ലാഹുവിന്റെ സ്മരണകളിലായി നമുക്ക് കഴിക്കാൻ കഴിയണം, സാധിക്കണം. അപ്പോഴാണ് നമുക്ക് വിജയമുണ്ടാകുന്നത്, നമുക്ക് കാവലുണ്ടാകുന്നത്. ആഫാത്തുകളിൽ നിന്ന്, ഇടങ്ങീറുകളിൽ നിന്ന്, മുസീബത്തുകളിൽ നമുക്ക് കാവലുണ്ടാകുന്നത്. നമ്മൾ ചൊല്ലുന്ന ഹദ്ദാദ് റാത്തീബ്, അൽഹംദുലില്ലാഹ്, നമ്മൾ ഈ സ്വലാത്തിന്റെ ദിവസം കൂടി ഒറ്റ ദിവസം നമ്മൾ ഹദ്ദാദ് മുടക്കാറില്ല. നമ്മൾ ജമാഅത്തായി നിസ്കാരം കഴിഞ്ഞ് വേദിയിൽ തന്നെ നമ്മൾ ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്നുണ്ട്. കാരണം വലിയ ദിക്റിന്റെ സമാഹാരമാണത്. നമുക്ക് ജീവിതത്തിൽ ഒരു ദിവസം പോലും ഹദ്ദാദ് മുടങ്ങിപ്പോകരുത്. മഹാനായ സുൽത്താനുൽ ഉലമ അല്ലാഹു അവിടുത്തേക്ക് ആഫിയത്തുൽ ദീർഘായുസ്സ് നൽകട്ടെ, നമുക്ക് ഹദ്ദാദിന്റെ ഇജാസത്ത് തന്ന് അതിന്റെ മഹത്വം പറഞ്ഞത്, ഒരാൾ ഹദ്ദാദ് പതിവാക്കിയാൽ അവൻ ഈമാനോടുകൂടിയല്ലാതെ മരിക്കുകയില്ല.